അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 5 ഫിഖ്ഹുൽ ഇസ്ലാമി പബ്ലിക് എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. ഇത് 2025 ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 5 ഫിഖ്ഹുൽ ഇസ്ലാമി ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്തലം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തണുത്ത പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 5 ഫിഖ്ഹുൽ ഇസ്ലാമി ഫസ്റ്റ് പാർട്ട് ന്യൂ, സെക്കൻഡ് പാർട്ട് ന്യൂ എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ അടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം ചരിത്രത്തിലെ കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ചരിത്രത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. വിവാഹത്തിന്റെ പ്രധാന സുന്നത്തുകളിൽ പെട്ടതാണ്. ഓപ്ഷൻസ്: 2. സാക്ഷികൾ. മഹ്റം ആവാതിരിക്കുക. വലീമ നൽകുക. ചരിത്രം വലീമ നൽകുക. 2. മുസ്ഹഫ് വാങ്ങുന്നവന് പ്രത്യേകമുള്ള ഷർത്താണ്. ഓപ്ഷൻസ്: മുക്കല്ലഫായിരിക്കൽ, മുസ്ലിമായിരിക്കൽ, പുരുഷനായിരിക്കൽ. ചരിത്രം മുസ്ലിമായിരിക്കൽ. 3. ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറ സ്ഥിതി ചെയ്യുന്നു. ഓപ്ഷൻസ്: ബദറിൽ, ഉഹുദിൽ, ഖന്തക്കിൽ. ചരിത്രം ഉഹുദിൽ. 4. അയ്യാമു തശ്രീഖിൽ റാപ്പാർക്കണം. ഓപ്ഷൻസ്: അറഫയിൽ, മുസ്ദലിഫയിൽ, മിനയിൽ. ചരിത്രം മിനയിൽ. 5. മുമ്പുള്ള ഒരു വർഷത്തെ ദോഷം പൊറുക്കുന്ന നോമ്പ്. ഓപ്ഷൻസ്: മിഹ്റാജ്, അറഫ, ആഷൂറ. ചരിത്രം ആഷൂറ. 6. 800 മില്ലി ആണ്. ഓപ്ഷൻസ്: ഒരു സാ, ഒരു മുദ്, 4 മുദ്. ചരിത്രം ഒരു മുദ്. അടുത്ത പ്രവർത്തനം ചേരുംപടി ചേർക്കുക. 1. ഇരട്ടി സമ്പാദിക്കുന്നവരാണ്. 2. ഏറ്റവും ബുദ്ധിമാനും മാന്യനുമാണ്. 3. പരസ്പരം വിട്ടുവീഴ്ച ചെയ്യണം. 4. ഇടപാട് നടത്തുമ്പോൾ ഉണ്ടാവണം. 5. സക്കാത്തിന്റെ അവകാശികളിൽ പെട്ടതാണ്. ഇപ്പുറത്ത് നോക്കൂ. എ. മരണത്തെ കൂടുതൽ ഓർക്കുന്നവർ. ബി. 2 സാക്ഷികൾ. സി. യാത്രക്കാർ. ഡി. ഭാര്യ ഭർത്താക്കന്മാർ. ഇ. സക്കാത്ത് നൽകുന്നവർ. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിലുള്ള ലെറ്റർ അതിന് നേരെ എഴുതുക. 1. ഇരട്ടി സമ്പാദിക്കുന്നവരാണ്. ചരിത്രം ഇ. സക്കാത്ത് നൽകുന്നവർ. 2. ഏറ്റവും ബുദ്ധിമാനും മാന്യനുമാണ്. ചരിത്രം എ. മരണത്തെ കൂടുതൽ ഓർക്കുന്നവർ. 3. പരസ്പരം വിട്ടുവീഴ്ച ചെയ്യണം. ചരിത്രം ഡി. ഭാര്യ ഭർത്താക്കന്മാർ. 4. ഇടപാട് നടത്തുമ്പോൾ ഉണ്ടാവണം. ചരിത്രം ബി. 2 സാക്ഷികൾ. 5. സക്കാത്തിന്റെ അവകാശികളിൽ പെട്ടതാണ്. ചരിത്രം സി. യാത്രക്കാർ. EAD BC. അടുത്ത പ്രവർത്തനം വിട്ട ഭാഗം പൂരിപ്പിക്കുക. 1. കച്ചവട സാധനങ്ങൾക്ക് വിലയുടെ -% സക്കാത്ത് കൊടുക്കണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 2.5. കച്ചവട സാധനങ്ങൾക്ക് വിലയുടെ 2.5% സക്കാത്ത് കൊടുക്കണം. 2. ഷവ്വാൽ മാസപ്പിറവി കാണുന്നതോടെ നിർബന്ധമാകും. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഫിത്ർ സക്കാത്ത്. ഷവ്വാൽ മാസപ്പിറവി കാണുന്നതോടെ ഫിത്ർ സക്കാത്ത് നിർബന്ധമാകും. 3. മസ്ജിദുൽ ഹറാമിലെ ഒരു റക്അത്തിന് പ്രതിഫലമുണ്ട്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ലക്ഷം. മസ്ജിദുൽ ഹറാമിലെ ഒരു റക്അത്തിന് 1,00,000 പ്രതിഫലമുണ്ട്. 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻസാക ഖബരി ഷഫാഅത്തി. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് വജബത്ത് ലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻസാര ഖബരി വജബത്ത് ലഹു ഷഫാഅത്തി. ദുൽഹിജ്ജ അറഫ നോമ്പ് അനുഷ്ഠിക്കണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 9. ദുൽഹിജ്ജ 9 അറഫ നോമ്പ് അനുഷ്ഠിക്കണം. 6. ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ ഫീ ഖൈർ. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് വജമഅ ബൈനകുമാ. ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈർ. അടുത്ത പ്രവർത്തനം ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 1. മയ്യിത്ത് നിസ്കാരത്തിൽ എത്ര തക്ബീറുകളുണ്ട്? ഉത്തരം 4. 2. സക്കാത്ത് നിർബന്ധമില്ലാത്ത ഒരു പഴം. ഉത്തരം ആപ്പിൾ. 3. ആരോഗ്യമുണ്ടാവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ച ഒരു കാര്യം. ഉത്തരം നോമ്പെടുക്കുക. 4. തവാഫ് ചെയ്യുമ്പോൾ കഅബ ഏതു ഭാഗത്താവണം? ഉത്തരം ഇടതുഭാഗത്ത്. 5. മസ്ജിദ് ആയിഷ
സ്ഥിതി ചെയ്യുന്ന സ്ഥലമേത്? ഉത്തരം തൻഈം. 6. കുട്ടികൾക്ക് വിൽക്കാൻ പാടില്ലാത്ത ഒരു വസ്തു. ഉത്തരം സ്വർണം. അടുത്ത പ്രവർത്തനം. ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 1. മയ്യിത്തിന്റെ കണ്ണുകൾ അടച്ചു കൊടുക്കുമ്പോൾ എന്ത് ചൊല്ലണം? ഉത്തരം ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. 2. സക്കാത്ത് നൽകാത്തവർക്ക് പരലോകത്ത് ലഭിക്കുന്ന ഒരു ശിക്ഷ. ഉത്തരം അവകാശികൾക്ക് നൽകാതെ സൂക്ഷിച്ച ധനം നരകത്തീയിൽ ചുട്ടുപഴുപ്പിക്കും. അവരുടെ നെറ്റിയിലും പാർശ്വഭാഗങ്ങളിലും മുതുകുകളിലും അതുകൊണ്ട് ചൂടാക്കപ്പെടും. 3. ഫിത്ർ സക്കാത്ത് കൊടുത്താൽ ലഭിക്കുന്ന നേട്ടമെന്ത്? ഉത്തരം നോമ്പിലുള്ള തെറ്റുകളെയും അനാവശ്യങ്ങളെയും അത് ശുദ്ധീകരിക്കും. അത് പാവങ്ങൾക്കുള്ള ഭക്ഷണമാണ്. 4. നോമ്പുകാർക്ക് 2 സന്തോഷമുണ്ട്. എപ്പോഴെല്ലാം? ഉത്തരം നോമ്പ് തുറക്കുമ്പോഴും പരലോകത്ത് തന്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴും. 5. മയ്യിത്തിനെ ഖബറിൽ കിടത്തേണ്ട രൂപം. ഉത്തരം മുഖവും നെഞ്ചും ഖിബ്ലയിലേക്ക് തിരിച്ച് വലതുവശത്തിന്റെ മേൽ ചരിച്ച് കിടത്തുകയും കവിൽത്തടം മറന്നീക്കി മണ്ണിലേക്ക് ചേർത്ത് വെക്കുകയും വേണം. 6. ഉംറയ്ക്ക് എങ്ങനെ നിയ്യത്ത് ചെയ്യണം? അറബിയിൽ എഴുതണം. നവൈതുൽ ഉംറത്ത് വഹറംതു ബിഹാ ലില്ലാഹി തആല. 7ാമത്തെ ചോദ്യം. എല്ലാ വെള്ളിയാഴ്ചയും മാതാപിതാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്താൽ ലഭിക്കുന്ന പ്രതിഫലം. ഉത്തരം മാതാപിതാക്കളുടെ ഖബർ എല്ലാ വെള്ളിയാഴ്ചയും സിയാറത്ത് ചെയ്താൽ ദോഷങ്ങൾ പൊറുക്കുകയും നല്ലവനായി രേഖപ്പെടുത്തുകയും ചെയ്യും. അടുത്ത പ്രവർത്തനം. കുറിപ്പെഴുതുക. 5 വരിയിൽ കുറയരുത്. 1. പലിശ വാങ്ങലും കൊടുക്കലും. അപ്പൊ നോക്കൂ, പലിശ വൻ കുറ്റങ്ങളിൽ പെട്ടതാണ്. പലിശ വാങ്ങുന്നവരെയും കൊടുക്കുന്നവരെയും അതിന് സഹായിക്കുന്നവരെയും അതിന്റെ എഴുത്തുകാരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിട്ടുണ്ട്. ബാങ്കിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ പലിശയ്ക്ക് കടം വാങ്ങരുത്. കച്ചവടത്തിന്റെ ബർക്കത്ത് ഇല്ലാതാക്കും. സ്വർണം പണയം വെക്കുന്നതിനേക്കാൾ അത് വിൽക്കുകയാണ് നല്ലത്. 2. വിവാഹ ജീവിതം. വിവാഹം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. പ്രവാചകന്മാരിൽ ഭൂരിഭാഗവും വിവാഹം ചെയ്തിട്ടുണ്ട്. വിവാഹത്തിലൂടെ കുടുംബം രൂപപ്പെടുന്നു. കുടുംബത്തിന്റെ നായകൻ പുരുഷനാണ്. തന്റെ സാമ്പത്തിക നിലക്കനുസരിച്ച് വധുവിന് ഭക്ഷണം, വസ്ത്രം, താമസ സൗകര്യം എന്നിവ നൽകൽ പുരുഷന്റെ ബാധ്യതയാണ്. ഭർത്താവിനെ അനുസരിക്കൽ ഭാര്യയ്ക്ക് നിർബന്ധമാണ്. പരസ്പര സ്നേഹത്തോടെ സഹകരിച്ചും പരസ്പരം വിട്ടുവീഴ്ച ചെയ്തും ജീവിക്കാൻ ഭാര്യ ഭർത്താക്കന്മാർ ബാധ്യസ്ഥരാണ്. ഇസ്ലാം കൽപ്പിച്ച കടമകൾ പരസ്പരം പാലിച്ച് ജീവിക്കണം. വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങൾ രണ്ടുപേരും ചെയ്യരുത്. സംതൃപ്തിയോടെയും മുഖപ്രസന്നതയോടെയും സഹവസിക്കണം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസേഴ്സ് ഒക്കെ കൂട്ടുകാർക്ക് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.